മഴതോരും മുൻപേ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ രേവതിക്കുട്ടി അവളുടെ അച്ഛനിങ്ങനെ കഞ്ഞി വാരി കൊടുക്കുകയാണ്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, മോളുടെ കൈക്കൊണ്ട് ഒരു പിടി ചോറ് കഴിക്കണമെന്ന് അവൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. അത് സാധിച്ചു കൊടുക്കാൻ പറ്റിയല്ലോ എന്ന് പറയും. നിങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് വന്നതുകൊണ്ടാണ് ഗ്രേസി ആൻറ്റി എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റിയത്. മകൻ്റെ ഈ അവസ്ഥയിൽ എനിക്ക് നല്ല സങ്കടമുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഗതി വരാൻ ഒരർത്ഥത്തിൽ ഞാനും കാരണക്കാരനാണ്. ആ ഒരു തെറ്റുകൊണ്ടാണല്ലോ ഇപ്പോൾ അവിടെ ഒരുത്തി വന്ന് കയറിയിരിക്കുന്നത്. അവളാണല്ലോ രേവതിക്കുട്ടിയുടെ അമ്മ എന്ന് പറഞ്ഞപ്പോഴേക്കും അച്ഛൻ അങ്ങ് തടഞ്ഞു. വേണ്ട അച്ഛാ, ഇനി അതിനെ പറ്റിയിട്ടൊന്നും പറയണ്ട. ഞാൻ മോളോട് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. അവൾ പഴയതുപോലെയല്ല, സ്നേഹത്തോടെയാണ് എന്നോട് മിണ്ടിയത്. അതെങ്ങനെയെന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ കുഞ്ഞിനെ ഏറ്റെടുത്ത് വളർത്തുന്നതിന് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. ഇനി ഒരു തവണ കൂടി എനിക്ക് മോളെ കാണാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞ് അയാൾ ഇങ്ങനെ കരയുമ്പോൾ അലീന ആശ്വസിപ്പിച്ചു. അങ്ങനെയൊന്നും പറയല്ലേ, ഇനി ഒരു 100 തവണയെങ്കിലും കാണാൻ പറ്റും. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൂടെയുണ്ട്. ഞങ്ങൾ മോളെയും കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് വലിയ ആശ്വാസമായിരുന്നു. താൻ ചെയ്ത പാപത്തിൻ്റെ ഫലമാണെങ്കിലും മകളെ കണ്ടപ്പോൾ അയാൾക്ക് ജീവിക്കാനുള്ള ഒരു മോഹം വരുന്നുണ്ട്. ഇനി ഒട്ടും വൈകിപ്പിക്കേണ്ട, മനുവിന് പോകാനുള്ളതാണ്. അലീനയ്ക്ക് നാളെ രാവിലെ തന്നെ കടപ്പാട്ടൂർ വീട്ടിലേക്ക് പോകാനുള്ളതാ. അങ്ങനെ എല്ലാവരും യാത്ര പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി. അവരവിടെ നിന്നും ഇറങ്ങാൻ നേരം അച്ഛൻ്റെ ഇപ്പോഴത്തെ ഭാര്യ അവിടെ വന്നിങ്ങനെ പുച്ഛിക്കുകയാണ്. ഇനി ആരൊക്കെയാണാവോ ഇങ്ങോട്ടേക്ക് വലിഞ്ഞു കയറി വരുന്നത്? ഇനിയും കുറേ അവകാശികൾ വരുമായിരിക്കുമെന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ഗ്രേസിയാമ്മക്ക് വല്ലാതങ്ങ് ചൊറിഞ്ഞു വന്നു. അവർ എന്തെങ്കിലും പറയാനാഞ്ഞപ്പോഴേക്കും രേവതിക്കുട്ടി കൈ പിടിച്ച് തടഞ്ഞു. പക്ഷേ ഗ്രേസിയാമ്മയുടെ മനസ്സിൽ തോന്നുന്നുണ്ടായിരുന്നു, ഈ വീട്ടിൽ നിനക്കുള്ളതിനേക്കാൾ അവകാശം ആ കിടക്കുന്ന മനുഷ്യൻ്റെ മകളായ രേവതിക്കുട്ടിക്ക് തന്നെയാണെന്ന് വിളിച്ചു പറയണമെന്ന്. പക്ഷേ മുത്തശ്ശൻ സമ്മതിക്കുന്നില്ല. കാരണം അത് ചിലപ്പോൾ രേവതിക്കുട്ടിക്ക് തന്നെ വിനയായേക്കാം. സ്വത്ത് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ആ ദുഷ്ടസ്ത്രീ അവളെ കൊല്ലാൻ വരെ മടിക്കില്ല എന്ന് മുത്തശ്ശന് നന്നായിട്ടറിയാം. അവളുടെ ആങ്ങളെയും അതുപോലെ തന്നെ എന്തിനും കൂട്ടുനിൽക്കുന്നവനാണ്. അതുകൊണ്ട് ഇപ്പോൾ ഒന്നും പറയണ്ട എന്ന് മുത്തശ്ശൻ കരുതി. എൻ്റെ മകന് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാൻ തയ്യാറാവാത്ത ഇവളെ ഈ വീട്ടിൽ കയറ്റാൻ കാരണക്കാരനായതിൽ എനിക്ക് വലിയ കുറ്റബോധമുണ്ട്. ഇതൊക്കെ ദൈവം എനിക്ക് തന്ന ശിക്ഷയാണ്. ഞാൻ കണ്ടോളാം. എങ്കിലും ഇടയ്ക്ക് മോളെ ഇങ്ങോട്ടേക്ക് വിടണമെന്ന് മുത്തശ്ശൻ അവരെ പറഞ്ഞ് യാത്രയാക്കി. രേവതിക്കുട്ടി അച്ഛൻ്റെ കയ്യിലൊരു ഉമ്മയൊക്കെ കൊടുത്ത് സങ്കടത്തോട് കൂടത്തിന് അവിടെ നിന്നും പടിയിറങ്ങി. അങ്ങനെ എല്ലാവരും ഗ്രേസിയാമ്മൻ്റെ വീട്ടിലേക്ക് ചെന്നു. ഇതേ സമയത്ത് തന്നെ ഹരിയും രോഹിത്തും കൂടെ വലിയൊരു ഗൂഢാലോചനയിലാണ്. അലീനെ എങ്ങനെ ആ വീട്ടിൽ നിന്ന് പുകച്ചു പുറത്തു ചാടിക്കാമെന്നതിനെക്കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത്. രോഹിതിന് അവൾ അവിടെ കാണുന്നത് തന്നെ ദഹിക്കുന്നില്ല. അവൾ വന്നതുകൊണ്ട് വീട്ടിലെ അധികാരം മുഴുവൻ അവളുടെ കയ്യിലാണെന്ന് രോഹിത് പരാതിപ്പെട്ടപ്പോൾ ഹരി എരുതിയിൽ എണ്ണയൊഴിക്കുന്നത് പോലെ സംസാരിക്കാണ്. നിനക്കും ബബിതക്കുമൊക്കെ വലിയ നാണക്കേടാണെന്നും നീയാണ് ആ വീട്ടിലെ ഏകപുത്രൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടതിനെ ഹരി അവനെ പ്രകോപിപ്പിച്ചു. അച്ഛൻ്റെ സ്വത്തിൽ ഇനി അവൾക്കും കൂടി ഭാഗം കൊടുക്കേണ്ടി വരുമെന്ന് കേട്ടപ്പോൾ രോഹിത്തിന് ദേഷ്യം അടക്കാനാവുന്നില്ല. അവൾ എങ്ങനെയെങ്കിലും എവിടെ നിന്നും ഇറക്കിവിടാൻ വല്ല വഴിയുണ്ടോ ഹരി എന്ന് ചോദിച്ചപ്പോൾ രോഹിത് വല്ലാതെ ആകുലതപ്പെടുന്നുണ്ട്. വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ബോധം പോലും മറക്കുകയാണ്. അതുകൊണ്ട് മദ്യം എടുത്ത് കുടിക്കാണ്. അച്ഛൻ എന്നെ ചോദ്യം ചെയ്യാനൊന്നും നിൽക്കണ്ട. എനിക്ക് 18 വയസ്സായി. അച്ഛൻ ചെയ്ത വിവരക്കേടിൻ്റെ ഫലമാണല്ലോ ഇപ്പോൾ അലീന ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് അച്ഛൻ എന്നെ പഠിപ്പിക്കാനൊന്നും വരണ്ട. അവളെ വെറുതെ വിട്ടാലൊന്നും ശരിയാവില്ല. വീട്ടിൽ കയറി വരുന്ന പെരിച്ചാഴിക്ക് വിഷം വെച്ച് കൊല്ലുന്നത് പോലെ അവളെയും കൊല്ലണം. അവൾ ചത്താലല്ലാതെ എൻ്റെ അച്ഛൻ്റെ ജീവിതത്തിൽ സമാധാനമുണ്ടാവില്ല. എൻ്റെ വീട്ടിൽ പഴയതുപോലെ എനിക്കും ബബിതക്കും സ്വാതന്ത്ര്യം കിട്ടുകയുമില്ല. അങ്ങനെ വിഷം കൊടുത്തുകൊണ്ട് തന്നെ അലീനെ തീർക്കാൻ തീരുമാനിച്ച് ഒരു ലക്കുലഗാനമില്ലാതെ മദ്യപിച്ചുകൊണ്ടായിരിക്കും രോഹിത് നേരെ കടപ്പാട്ടൂർ വീട്ടിലേക്ക് ബൈക്ക് ഓടിച്ചുകൊണ്ട് തന്നെ കയറി വരുന്നത്. വീടിൻ്റെ ഗേറ്റിൽ എങ്ങനെയൊക്കെയോ ഇടിച്ചു പൊളിച്ചുകൊണ്ടാണ് എത്തിയത്. അകത്തേക്ക് കയറാൻ നോക്കിയപ്പോഴേക്കും കൃഷ്ണമോള് വന്ന് തടഞ്ഞു. ഇതെന്താ രോഹിത്തേട്ടാ ഈ സമയത്ത്? ഇവിടെ ആരും ചോദിക്കാനില്ലെന്നാണോ ഏട്ടൻ്റെ വിചാരമെന്ന് ചോദിച്ചപ്പോൾ രോഹിത് അവളെ അങ്ങ് ആട്ടിപ്പായിച്ചു. മദ്യത്തിൻ്റെ മണം അടിച്ചപ്പോൾ കൃഷ്ണമോൾ അങ്ങ് മൂക്ക് പൊത്തി. ഏട്ടൻ കുടിച്ചിട്ടുണ്ടല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതേടി ഞാൻ കുടിച്ചിട്ടുണ്ട്, നിനക്കെന്തായെന്ന് അവൻ തട്ടിക്കയറി പറഞ്ഞു. ഞാൻ പ്രായപൂർത്തിയായൊരു പുരുഷനാണ്. ഞാൻ കുടിക്കും, സിഗരറ്റ് വലിക്കും, എന്തും ചെയ്യും. അത് ചോദിക്കാനൊന്നും ആരും വരണ്ട എന്നിങ്ങനെ രോഹിത് ആക്രോശിച്ചു. കൃഷ്ണമോള് പറയുന്നുണ്ട്, ഇതെങ്ങാനും അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാവും. രോഹിത്തേട്ടാ ഇത് തീക്കളിയാണ്. ഹരിയേട്ടൻ്റെ കൂടെ കൂടുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞതാണ് ഇതൊക്കെ. അലീന ചേച്ചിയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ചെവി തഴമ്പിച്ചു എന്നും അവളുടെ ഈ വീട്ടിൽ നിന്നും തുരത്താൻ വേണ്ടി പണി തുടങ്ങിക്കഴിഞ്ഞുവെന്നും രോഹിത് വിളിച്ചു പറഞ്ഞു. നീയും വേണമെങ്കിൽ അവളുടെ കൂടെ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയിക്കോ എന്ന് രോഹിത് പറഞ്ഞപ്പോൾ ബോധമില്ലാതെ ഇങ്ങനെ വിളിച്ചു പറയില്ലേ ഏട്ടാ, അച്ഛൻ അറിഞ്ഞ പല്ലങ്ങ് അടിച്ചു പൊട്ടിക്കും. കൃഷ്ണമോള് മുന്നറിയിപ്പ് നൽകി. അലീന ചേച്ചി നാളെ വരുമെന്ന് പറഞ്ഞപ്പോൾ അവൾ വന്നാൽ ഇനി അധിക ദിവസമൊന്നും ഇവിടെ നിൽക്കില്ല എന്ന് രോഹിത് വെല്ലുവിളിച്ചു. അച്ഛൻ്റെ കയ്യിൽ നിന്ന് കിട്ടാനുള്ളതൊക്കെ രോഹിതേട്ടനും ബബിത ചേച്ചിയും കൂടി മേടിച്ചെടുത്തോ എന്ന് കൃഷ്ണമോള് അവനെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു.
കുടിച്ചത് വയറ്റിൽ കിടക്കട്ടെ എന്നും പറഞ്ഞ് അവൾ ദേഷ്യപ്പെട്ട് നേരെ റൂമിലേക്ക് പോയി. പിന്നീട് കാണിക്കുന്നത് അലീനയും ഗ്രേസ്യാമ്മയും അങ്ങനെ അവരെല്ലാവരും തന്നെ തിരികെ വീട്ടിലേക്ക് എത്തുന്നതാണ്. നേരം ഒരുപാട് വൈകി. അലീനയോട് കൂടെ വരുന്നോ എന്ന് മനു ചോദിച്ചപ്പോൾ വേണ്ട മനുവേട്ട, 2 ദിവസം ലീവ് എടുത്തതില്ലേ, ഇനി ബുദ്ധിമുട്ടൊന്നും വേണ്ട, ഞാൻ നാളെ ബസ്സിന് ഇവിടെ നിന്നും പൊയ്ക്കോളാമെന്ന് അലീന മറുപടി നൽകി. അലീനക്കാണെങ്കിൽ ഒറ്റയ്ക്ക് പോവാൻ പേടിയൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഗ്രേസ്യാൻ്റെ മനുവിനെ യാത്രയാക്കി. അങ്ങനെ അവർ തമ്മിൽ പിരിയുന്ന ആ ഒരു ചെറിയ റൊമാൻറ്റിക് സീനൊക്കെ പിന്നീട് കാണിക്കുന്നുണ്ട് കേട്ടോ. പിറ്റേന്ന് രാവിലെ അലീന കടപ്പാട്ടൂരെ വീട്ടിലേക്ക് എത്തിയപ്പോൾ അവിടെ കാണുന്നത് അലീനയുടെ തുണികളെല്ലാം തന്നെ കത്രിക വെച്ച് കീറി അങ്ങ് മുറിച്ചു വിട്ടിരിക്കുന്നതാണ്. ആ ഒരു കാഴ്ച അലീനയെ വല്ലാതെ അങ്ങ് തളർത്തി കളഞ്ഞു. ബബിതയായിരിക്കും ഇതെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്. രോഹിത്തിന്റെ ഈ ഒരു ബഹളവും പോക്കും എല്ലാം തന്നെ ബാലചന്ദ്രൻ കാണുന്നുണ്ട്. അലീന തന്റെ മുറിയിലേക്ക് കടന്നു വരുന്നതോടുകൂടെ തന്നെ കണ്ടത് അവളുടെ അലമാരെല്ലാം തുറന്നു കിടക്കുന്നതാണ്. അവളുടെ പ്രിയപ്പെട്ട വസ്ത്രങ്ങളെല്ലാം തന്നെ കത്രിക കൊണ്ട് വെട്ടുനുറുക്കി നിലത്ത് കൂട്ടിയിരിക്കുന്നു. ഒരു നിമിഷത്തേക്ക് അലീന ആകങ്ങ് തകർന്നു പോയെങ്കിലും കണ്ണു തുടച്ചുകൊണ്ടതിന് അവൾ ആ മുറിഞ്ഞ തുണിക്കഷ്ണങ്ങൾക്കിടയിൽ നിന്നും ഒരു കഷ്ണമെടുത്ത് കയ്യിൽ മുറുകെ പിടിച്ചു. ഈ ക്രൂരതയ്ക്ക് പിന്നിൽ രോഹിത്തും ബബിതയാണെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. നേരെ ഹാളിലേക്ക് വന്ന് അലീന കണ്ടത് സോഫയിൽ ലഹരി വിട്ടുമാറാതെ കിടക്കുന്ന രോഹിത്തിനെയാണ്. അപ്പോഴേക്കും ബാലചന്ദ്രനും അങ്ങോട്ടേക്ക് വരികയും ഈ ഒരു കാഴ്ച കണ്ടിട്ട് ആകെ ഷോക്കേറ്റതുപോലെ നിന്നു. രോഹിത്തെ, നീയാണോടാ അലീന മോളുടെ തുണികളെല്ലാം തന്നെ ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് ബാലചന്ദ്രൻ ഗർജിച്ചപ്പോൾ രോഹിത് പുച്ഛത്തോടെ അവിടെ നിന്നും എഴുന്നേറ്റു. എന്നിട്ട് പറയുന്നുണ്ട്, അതെ, ആ പെറ്റമ്മയെ തെരുവിലിറക്കിയ ഇവൾക്ക് ഇനി ഈ വീട്ടിൽ ഒരു തുണി പോലും ബാക്കി വെക്കില്ല, വേണമെങ്കിൽ ഇവളെയും വെട്ടി നുറുക്കുമെന്ന് രോഹിത് ദേഷ്യത്തോടെ പറയാണ്. ഇത് കേട്ട് നിയന്ത്രണം വിട്ട ബാലചന്ദ്രൻ രോഹിത്തിന്റെ കർണ കുറ്റി നോക്കിയിട്ട് ഒരൊറ്റെന്നങ്ങ് പൊട്ടിച്ചു. താൻ വളർത്തിയ മകൻ ഇത്രയും മദ്യപാനിയും ക്രൂരനുമാണെന്ന് അദ്ദേഹത്തിന് സഹിക്കാനാവുന്നില്ല. രോഹിത്തിന്റെ ഉള്ളിലെ പക അതോടുകൂടെ അങ്ങ് ഇരട്ടിച്ചു. അവൻ തൻ്റെ പോക്കറ്റിലിരുന്ന ആ ഒരു വിഷക്കുപ്പി മുറുകെ പിടിച്ചു. അന്ന് രാത്രി എല്ലാവരും ഉറങ്ങാൻ കിടന്നപ്പോൾ അടുക്കളയിൽ പാൽ തിളപ്പിച്ചു വെച്ചിരുന്ന പാത്രത്തിലേക്ക് അവൻ ആ ഒരു വിഷം ഒഴിക്കാൻ ശ്രമിച്ചു. അലീന എന്നും രാത്രി പാല് കുടിക്കാറുണ്ട് എന്ന കാര്യം അവൻ അറിയാമായിരുന്നു. എന്നാൽ അലീന അതൊന്നും തന്നെ അറിയാതെ തൻ്റെ മുറിയിലിരുന്ന് രേവതിക്കുട്ടിയുടെയും മനുവിൻ്റെയും ആ ഒരു പഴയ ഫോട്ടോകളൊക്കെ നോക്കിയിരിക്കുകയായിരുന്നു. കൃത്യസമയത്ത് അവിടെ എത്തിയ കൃഷ്ണമോള് രോഹിത് അടുക്കളയിൽ പതുങ്ങി നിൽക്കുന്നത് കണ്ട് സംശയം തോന്നി അവിടെ ഒളിച്ചു നിന്നു. അവൻ പാലിൻ്റെ പാത്രത്തിൽ എന്തോ കലർത്തുന്നത് കൃഷ്ണമോള് നേരിട്ട് കണ്ടു. മരണത്തിൻ്റെ വക്കിൽ നിന്നും അലീനയെ രക്ഷിക്കാൻ കൃഷ്ണമോൾക്ക് കഴിയോ? അതോ അലീന ഈ ഒരു സത്യമൊന്നും തന്നെ അറിയാതെ ഇനി ആ ഒരു പാലെടുത്ത് കുടിക്കുമോ? അലീന നേരെ മരണത്തിലേക്ക് പോകുമോ എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ആകാംക്ഷ നിറഞ്ഞ ആ ഒരു രംഗങ്ങളൊക്കെ കാത്തിരുന്ന് കാണാട്ടോ. അടുത്ത എപ്പിസോഡിൽ കാണിക്കുന്നത് അലീന ഏതായാലും ആ ഒരു പാല് കുടിക്കാൻ വേണ്ടിയിട്ട് നേരെ കിച്ചണിലേക്ക് പോകുന്നതോടുകൂടെ ഈ ഒരു കാഴ്ച കണ്ട് അലറിക്കൊണ്ട് തന്നെ കൃഷ്ണമോൾ അങ്ങോട്ടേക്ക് വന്നിട്ട് ആ ഒരു പാത്രം അങ്ങ് തട്ടിത്തെറിപ്പിക്കും. സത്യമെല്ലാം വെളിപ്പെടുത്തുമ്പോൾ ബാലചന്ദ്രൻ രോഹിത്തിനെ വീട്ടിൽ നിന്നും പുറത്താക്കുന്നുണ്ട്. രോഹിത്തിൻ്റെ ഈ ഒരു ചതിനെ ഇനി മനു നിയമപരമായി തന്നെ നേരിടുമോ എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി കാത്തിരുന്ന് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.